Dear students, in this session we are going to study about checking instrument validity. So whether the instrument variable regression is useful in a given application is decided by the fact that whether the instruments are valid or invalid. So it is important to understand whether the instruments that we have used or the instrumental variables that we have added are valid or not valid, and on the basis of that we can conclude whether the regression or instrumental variable regression is useful or not. So if our instruments are invalid, then the result will be meaningless. So invalid instrumental variables or instruments lead to meaningless results. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് വാലിഡ് ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വാലിഡിറ്റി കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസിൻ്റെ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഓർഡർ ടു rely on a instrumental variable regression. So therefore it is very essential to assess whether a given set of instruments is valid in a particular application. So there are mainly two assumptions or two conditions for checking this validity. First is instrument relevance and the second is instrument exogeneity. നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടിരുന്നു. ദർ ആർ ടു കണ്ടീഷൻസ് ഫോർ വാലിഡിറ്റി. വൺ ഇസ് റിലവൻസ് ആൻഡ് ദ അതർ ഇസ് exogeneity. So first let us check or let us look upon the first condition for checking instrument validity, or the first assumption with respect to this instrument and validity checking. That is, first assumption, instrument relevance. Okay, so the role of this instrument relevance is very similar to the role of sample size in a regression. Okay, അപ്പം എത്രമാത്രം നമ്മളുടെ ഇൻസ്ട്രുമെൻ്റൽ റെലവൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മളൊരു റിഗ്രഷൻ നടത്തുമ്പം സാമ്പിൾ സൈസിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. അതായത് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ റിഗ്രഷൻ റിസൾട്ട് കൂടുതൽ റിലവൻ്റ് ആയിരിക്കും നമ്മൾ പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ the more relevant the instrument is, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എത്രമാത്രം റെലവൻ്റ് ആകുന്നോ the more the variation x is explained by the instrument. അപ്പം നമ്മൾ സാമ്പിൾ സൈസ് കൂട്ടുന്നതനുസരിച്ച് ഏറ്റവും നല്ല റിസൾട്ട് കൂടുതൽ നമ്മുടെ ട്രൂ വാല്യൂവിനോട് അടുത്ത് വരുന്നത് പോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എത്രമാത്രം റെലവൻ്റ് ആണോ അത്രമാത്രം നമ്മളുടെ എക്സിലുള്ള വേരിയേഷൻ ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എക്സിലുള്ള വേരിയേഷൻ അത്രമാത്രം കറക്റ്റായിട്ട് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദ മോർ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ യൂസ് ഇൻ IV റിഗ്രഷൻ. സോ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷൻ നമുക്ക് മാക്സിമം ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മുടെ റിസൾട്ട് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എത്രമാത്രം റെലവൻ്റ് ആണോ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ അത്രമാത്രം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ എ മോർ റെലവൻ്റ് ഇൻസ്ട്രുമെൻറ്റ് പ്രൊഡ്യൂസസ് എ മോർ ആക്യുറേറ്റ് എസ്റ്റിമേറ്റർ. അപ്പോൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ആക്യുറേറ്റ് എസ്റ്റിമേറ്റർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്ററും അത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് സിമിലർ ടു large sample size produce more. That is similar to the fact that if there is large sample size, then that will produce more accurate estimate. Sample size കൂടിയാൽ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് പറയുന്ന പോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിളിൻ്റെ റെലവൻസ് കൂടുന്നതനുസരിച്ച് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. And also the statistical inferences using two-stage least square method is predicted on the TSLS estimator having a normal sampling distribution. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് നടത്തുമ്പോൾ ദാറ്റ് ഇൻഫറൻസസ് ഈസ് പ്രെഡിക്റ്റഡ് ഓൺ ദിസ് TSLS എസ്റ്റിമേറ്റർ. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന
ഈ ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എസ്റ്റിമേറ്റേഴ്സ് വെച്ചിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു സെൻട്രൽ ലിമിറ്റ് തിയറം, the normal distribution is a good approximation in large sample. Large sample ആണെങ്കിൽ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗീവ് എ ഗുഡ് റിസൾട്ട്. എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇഫ് വി ഹാവ് എ മോർ റെലവൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്, നമുക്കൊരു ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ വേരിയബിളാണ് നമുക്കുള്ളത് എങ്കിൽ ദെൻ സാമ്പിൾ സൈസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ലാർജർ സാമ്പിൾ സൈസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, this relevant instrument will suggest for normal distribution to provide good approximation to the sampling distribution. അപ്പോൾ നമ്മൾ ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ വഴി നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നടത്തി അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു വളരെ ഗുഡ് അപ്രോക്സിമേറ്റഡ് വാല്യൂ ആയിരിക്കും ഇഫ് അവർ വേരിയബിൾ ഈസ് relevant to its maximum level. So the fact is that അങ്ങനെയുള്ള കറക്റ്റ് ആ ഒരു ഗുഡ് അപ്രോക്സിമേഷൻ വരണമെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ വെറുതെ റെലവൻ്റ് ആയാൽ പോരാ, ഹൈലി റെലവൻ്റ് ആണെങ്കിൽ, എത്രമാത്രം റെലവൻ്റ് ആണോ അത്രമാത്രം ഗുഡ് അപ്രോക്സിമേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ഇതാണ് റെലവൻസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ലിറ്റിൽ ഓഫ് ദി വേരിയേഷൻ ഈസ് കോൾഡ് വീക്ക് റെലവൻറ്റ് ഓർ വീക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഒരു ചെറിയ എക്സിൽ വരുന്ന വേരിയേഷൻ വളരെ വീക്കായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ പറയും വീക്ക് ഇൻസ്ട്രുമെൻ്റ് എന്ന്. അതായത് നമ്മളുടെ റിഗ്രസർ, നമുക്കറിയാം നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിളും നമ്മൾ ഉപയോഗിക്കുന്ന റിഗ്രസറും വളരെ ഹൈലി കോറിലേറ്റഡ് ആണ്. പക്ഷേ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഈ പറയുന്ന റിഗ്രസറിലുള്ള വേരിയേഷൻ കുറച്ച് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ ദാറ്റ് മീൻസ് ദ എസ്റ്റിമേറ്റർ ഓർ ദി ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് വി ഹാവ് യൂസ്ഡ് ഇസ് എ വീക്ക് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, സോ ഇഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ വീക്ക് then the normal distribution, okay, so if the instruments are weak then the normal distribution provides a very poor approximation to the sample distribution of the TSL estimators even if the sample size is large. So നമ്മുടെ sample size larger sample size നമ്മൾ എടുത്താൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് വീക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ വളരെ ഒരു പുവർ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ഒരു വളരെ വീക്ക് ആയിട്ടുള്ളൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ദർ ഇസ് നോ തിയറിറ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ യൂഷ്വൽ മെത്തേഡ്സ് ഫോർ പെർഫോമിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് പെർഫോം ചെയ്യാനാണെങ്കിൽ അതിനൊരു തിയറിറ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വീക്ക് ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾസ് ആണ്. നമ്മളുടെ റിഗ്രസറിനെ, നമ്മൾ ഏത് റിഗ്രസേഴ്സിന് പകരമാണോ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ആ ഒരു റിഗ്രസേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വളരെ വീക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനേ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്സിന് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ TSLS എസ്റ്റിമേറ്റർ നമ്മൾ ഈ ഒരു വീക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത estimators by the two-stage least square method will be very weak. അപ്പം നമുക്ക് കിട്ടുന്ന TSLS estimators എന്ന് പറയുന്നത് will be very badly biased. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലും വളരെ പുവർ ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇൻ്റർവെൽ ആയിരിക്കും. നമ്മുടെ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റേഴ്സ് ഈ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്താലും നമുക്ക് വരുന്ന സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. സോ ഇഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ വീക്ക് TSLS is no longer reliable. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് വീക്ക് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിളിൻ്റെ റെലവൻസ് നമ്മൾ നോക്കുമ്പോൾ വളരെ വീക്കായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് നോട്ട് റിലയബിൾ ആയിരിക്കും അല്ലെങ്കിൽ അൺറിലയബിൾ ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് ടു ചെക്ക് വെദർ അവർ ഇൻസ്ട്രുമെൻ്റ് ഇസ് weak or not. So we have to check for the weak instruments. നമ്മൾ എടുത്തേക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് വീക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. സോ in order to check this weak instruments, first let us consider the case where there is a single endogenous regressor. നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു മെത്തേഡ്
ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് ഫോർ സിംഗിൾ എൻഡോജിനസ് റിഗ്രസർ ആയിട്ട് സിംഗിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കേസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. അതായത് ഒരു സിംഗിൾ എൻഡോജിനസ് റിഗ്രസറേ ഉള്ളൂ. നമ്മളുടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞിരുന്നു y i equal to beta 1 beta 0 plus beta 1 xi plus ui. അപ്പോൾ ഇവിടെ നമുക്കറിയാം xi എന്ന് പറയുന്ന ഒരേ ഒരു റിഗ്രസറേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ how can we check for the weak instrument? So one way to check for weak instruments when there is a single endogenous regressor is to compute the F statistic. F statistic testing the hypothesis that the coefficient of instruments equal to 0. So we have to test the hypothesis that the coefficients of the instrumental variables that we are using equal to 0 using the F statistic in the first stage regression of PSLS. With two-stage least square in the first stage നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ റിഗ്രസർ ആയ എക്സിനെ വി ആർ റിഗ്രസിങ് ഓൺ ദി ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസിന്റെ കോയിഫിഷ്യൻസ് നമ്മൾ 5 0 5 1 എന്നൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈ കോയിഫിഷ്യൻസിന്റെ വാല്യൂ ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് എഫ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യുന്നു. So this first stage F statistic provides a measure of the information content contained in the instruments. So ഈ ഒരു F statisticൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. That is a measure of the information content contained in the instrument. The more information content എത്രമാത്രം കൂടുതൽ നമുക്ക് കിട്ടുന്നോ then the larger is the expected value of F statistic. അപ്പോൾ നമുക്ക് ഈ ഒരു F statisticൽ നിന്നും this provides a measurement content in the instruments. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് വേരിയബിൾസിന്റെ ഒരു ഇൻഫർമേഷൻ കണ്ടന്റ് അതിന്റെ ഒരു മെഷർ നമുക്ക് കിട്ടും. അപ്പോൾ എത്രമാത്രം കൂടുതലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കണ്ടന്റ് നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സിലുണ്ടോ അത്രമാത്രം ലാർജർ ആയിരിക്കും നമ്മളുടെ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓർ എ സിമ്പിൾ റൂൾ ഓഫ് തം സേസ് ദാറ്റ് we do not have to worry about weak instrument if the first stage F statistic exceeds 10. നമ്മളുടെ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഈ എഫ് സ്റ്റാറ്റിസ്റ്റിക് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ കിട്ടുന്ന എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ if it is greater than 10 then there is no problem of weak instrument. ഒരു വീക്ക് ഇൻസ്ട്രുമെന്റ് എന്നുള്ള ഒരു പ്രശ്നം നമ്മളെ ബോധർ ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമ്മൾക്കുള്ള ഇൻഫർമേഷൻ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ഹയർ ആയിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സിമ്പിൾ റൂൾ ഓഫ് തം സേസ് ദാറ്റ് if the first stage F statistic exceeds 10 then we need not worry about the weak instrument. So this is the method for checking the weak instrument if there is a single regressor. A single endogenous regressor ആണെങ്കിൽ F statistic ഫസ്റ്റ് സ്റ്റേജിൽ least square ടു സ്റ്റേജ് least square മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ F സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഹയർ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കണ്ടന്റ് അവൈലബിൾ ആയിരിക്കും. then we need not worry about the weak statistics. And if we have weak instruments, അപ്പോൾ EF greater than 10 അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനർത്ഥം എന്താണ്, നമ്മുടേത് ഒരു വീക്ക് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ that is if the F statistic is greater than 10 or if we have a weak instrument then what we have to do. So if we have many instruments then some of the instruments may be weaker than the others. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് എടുത്തു, അതുപോലെ നമുക്ക് പല ഇൻസ്ട്രുമെന്റ് വേരിയബിൾസ് നമുക്കുണ്ട്. അതിലേതെങ്കിലും ഒക്കെ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ് പ്രോബബ്ലി ഇറ്റ് ഈസ് വീക്കർ ദാൻ അതർ വേരിയബിൾസ്. സോ ഇഫ് വി ഹാവ് സ്മോൾ നമ്പർ ഓഫ് സ്ട്രോങ് ഇൻസ്ട്രുമെന്റ്സും വീക്ക് ഇൻസ്ട്രുമെന്റ്സും ഉണ്ടെന്ന് നമുക്ക് പറയാം, മനസ്സിലായി. അപ്പോൾ സ്ട്രോങ് ഇൻസ്ട്രുമെന്റ്സ് കുറവാണെങ്കിൽ വീക്ക് ഇൻസ്ട്രുമെന്റ്സ് കൂടുതലാണ്, നമ്പർ ഓഫ് വീക്ക് ഇൻസ്ട്രുമെന്റ്സ് ഇസ് മോർ ദാൻ നമ്പർ ഓഫ് സ്ട്രോങ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ we have to discard the weakest instruments. അപ്പോൾ നമ്മൾ വീക്ക് ഇൻസ്ട്രുമെന്റ്സിനെ ഡിസ്കാർഡ് ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക and use the most relevant
സബ്സെറ്റ് ഫോർ ദി TSLS അനാലിസിസ്. അതായത് സ്ട്രോങ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇഫ് നമ്പർ ഓഫ് വീക്ക് ഇൻസ്ട്രുമെന്റ്സ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി സ്ട്രോങ് ഇൻസ്ട്രുമെന്റ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിന്റെ സ്റ്റാൻഡേർഡ് എറർ, there is possibility that the standard error might increase if we drop the weak instruments, but we have to keep in mind that our original standard error were not meaningful if we are using this weak instruments. അപ്പോൾ നമ്മൾ ഈ വീക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റെഗുലേഷനിലുള്ള സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് മീനിങ്ലെസ് ആയിരിക്കും, ബിക്കോസ് കൂടുതലും വീക്ക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റിലയബിൾ ആവില്ല. അപ്പോൾ ബെറ്റർ ടു ഇഗ്നോർ ഓർ ബെറ്റർ ടു ഡിസ്കാർഡ് ദിസ് വീക്ക് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഗോ വിത്ത് ദി സ്ട്രോങ് ഇൻസ്ട്രുമെന്റ്സ്. And we have to keep in mind that the error term or the standard error will be higher in this case. If we have only few instruments or if we have the coefficients exactly identified, നമുക്ക് വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സേ ഉള്ളൂ, ഓർ നമ്മളുടെ കോയിഫിഷ്യൻസ് എല്ലാം എക്സാക്ട്ലി ഐഡന്റിഫൈഡ് ആണെങ്കിൽ then if we discard these weak instruments it will not be helpful. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ജസ്റ്റ് എക്സാക്ട്ലി ഐഡന്റിഫൈഡ് ആണ്. എക്സാക്ട്ലി ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്പർ ഓഫ് റിഗ്രസേഴ്സും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ്സും ഈക്വൽ ആയിട്ട് വരുന്ന അവസ്ഥയാണ്. m = k എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ വീക്ക് ഇൻസ്ട്രുമെന്റ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. സോ ഇൻ ദിസ് കേസ് there are two recourses. Find additional strong instruments. ഒരു വഴി ഇതാണ്, അഡീഷണൽ സ്ട്രോങ്ങർ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കൂടുതൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ or we have to use some advanced tools for use with weak instruments. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള സ്ട്രോങ്ങർ ഇൻസ്ട്രുമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ വീക്ക് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടൂൾസ് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ അഡീഷണൽ സ്ട്രോങ്ങർ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇറ്റ് റിക്വയർസ് ആൻ ഇന്റിമേറ്റ് നോളജ് ഓഫ് ദി പ്രോബ്ലം. എന്താണ് കൃത്യമായിട്ടുള്ള ഒരു പ്രോബ്ലം എന്നുള്ള ആ ഒരു പ്രോബ്ലത്തിന്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ ബേസിസിൽ മാത്രമേ നമുക്ക് അഡീഷണൽ സ്ട്രോങ്ങർ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. And if we are using the second method, that is using advanced tools, then it requires procedures that are less sensitive to weak instruments than two-stage least square method. അപ്പോൾ ഈ വീക്ക് ഇൻസ്ട്രുമെന്റ്സിന് ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് അവിടെ വേണം. അത്തരത്തിലുള്ള ഒരു ടൂൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അഡീഷണൽ അഡ്വാൻസ്ഡ് ടൂൾസ് ഉപയോഗിച്ചാലേ നമുക്ക് നമ്മൾ റിലയബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. So one estimator that is less sensitive to weak instrument is limited information maximum likelihood. So നമ്മുടെ വീക്ക് ഇൻസ്ട്രുമെന്റ്സിനോട് ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ ആണ് നമ്മുടെ ലിമിറ്റഡ് ഇൻഫർമേഷൻ മാക്സിമം ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. So this is the situation we have to deal with when the instruments are weak. അപ്പോൾ weak instruments ആണെങ്കിൽ we have to check the F statistic in order to find out whether the instrument is weak. If it is weak instrument, then we have to find some remedy for solving the problem due to this weak instruments. So this is the first assumption or the first condition for checking the validity, that is instrumental relevance. Okay. Now the second assumption or the second condition for checking the instrumental validity, it is the instrument exogeneity. Okay, so if the instruments are not exogenous, then the TSLS is inconsistent. അപ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എക്സോജീനസ് അല്ലെങ്കിൽ നമ്മളുടെ ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് റിസൾട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ദ TSLS എസ്റ്റിമേറ്റർ converges in probability to something other than the population coefficient. That is the instrumental variable regression. Instrumental variable regression എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ, നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ എടുത്തു. ഈ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ
This contains information about variations in xi that is unrelated with the error term. അപ്പോൾ xiയും uiയും തമ്മിലുള്ള കോറിലേഷൻ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ എടുത്തത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ എടുക്കുമ്പം ഈ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ xiയുമായിട്ട് കോറിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ xiയുടെ ചേഞ്ചസ് എല്ലാം കറക്റ്റായിട്ട് ഈ ഇസഡിൽ റിലേറ്റഡ് ആണ്. എന്നാൽ ഇറ്റ് ഈസ് അൺറിലേറ്റഡ് വിത്ത് ദി എറർ ടേം. എറർ ടേമുമായിട്ട് അൺറിലേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ, that means ഇസഡ് എക്സോജീനിയസ് അല്ലെങ്കിൽ, then it cannot be possible to find out the variation in xi and നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് റിസൾട്ട് ആയിരിക്കില്ല. സോ ദിസ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ റിഗ്രഷൻ will provide consistent result only if it is exogenous. അപ്പോൾ exogenous ആയിരിക്കണം, അല്ലെങ്കിൽ unrelated with the error term ആയിരിക്കണം. That is an important factor. അതാണ് രണ്ടാമത്തെ assumption അല്ലെങ്കിൽ രണ്ടാമത്തെ condition എന്ന് പറയുന്നത്. So obviously the question arises, that is, can we test the assumption that the instruments are exogenous? ഈ ഒരു exogenity-നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുത്തേക്കുന്ന ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ exogenous ആണോന്ന് can we test? And the answer is actually no. We cannot test the exogeneity assumption. Suppose if we have as many instruments as there is the number of endogenous variable, അതായത് m and k is equal, which means exactly identified. നമ്മുടെ കോയിഫിഷ്യൻസ് എക്സാക്ട്ലി ഐഡൻറ്റിഫൈഡ് ആണ്. അതായത് നമ്മുടെ എൻഡോജീനിയസ് വേരിയബിളും നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്പർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സും സെയിം നമ്പർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡെവലപ്പ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ദാറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ എക്സോജീനിയസ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എക്സോജീനിയസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡെവലപ്പ് such a statistical test or such a instrument or it is not possible to bring any test in order to check whether the instrument is exogenous. So empirical evidence ഒന്നും വെച്ച് നമുക്ക് പറയാനായിട്ട് പറ്റില്ല നമ്മുടെ ഇൻസ്ട്രുമെന്റ് എക്സോജീനിയസ് ആണോ അല്ലയോ എന്നുള്ളത്. സോ ഇൻ ദിസ് കേസ് ദ ഓൺലി വേ ഔട്ട്, ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് യൂസ് ദി expert opinion or use the information that is available based on our particular study. അപ്പോൾ നമുക്ക് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ പർട്ടിക്കുലർ എന്ത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആണോ നമ്മൾ ചെയ്യുന്നത് അതിലുള്ള നമ്മളുടെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും പേഴ്സണൽ നോളജും ഉപയോഗിച്ച് വി ഹാവ് ടു decide whether there is a exogeneity problem or not. So assessing whether the instrument are exogenous it necessarily requires an expert opinion or expert judgment, because we cannot directly test or directly check whether the instrument is exogenous or not. And if there are more instruments than the number of endogenous regressors, അതായത് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്പർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻഡോജീനിയസ് വേരിയബിളിനേക്കാളും കൂടുതലാണെങ്കിൽ, വിച്ച് മീൻസ് നമ്മളുടെ എസ്റ്റിമേറ്റേഴ്സ് അല്ലെങ്കിൽ കോയിഫിഷ്യൻസ് ഓവർ ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ, ഓവർ ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻഡോജീനിയസ് വേരിയബിൾസ് അല്ലെങ്കിൽ എൻഡോജീനിയസ് റിഗ്രസേഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മളുടെ കോയിഫിഷ്യൻസ് ഓവർ ഐഡൻറ്റിഫൈഡ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ then there is a statistical tool which can be used in order to understand whether the variables or instruments are exogenous. അപ്പോൾ ഓവർ ഐഡൻറ്റിഫൈഡ് ആണ് നമ്മളുടെ ഇക്വേഷൻ എങ്കിൽ there is a test called over identifying restrictions test. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എക്സോജിനിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഓൺലി ഇഫ് അവർ ഇക്വേഷൻ ഇസ് ഓവർ ഐഡൻറ്റിഫൈഡ് then we can use this test to check the exogenity. Otherwise, if the equation is exactly identified, then we have no way to check the exogenity assumption of the instrumental variables. Okay.
So now let us look upon this over-identifying restriction test. So what this test says. Suppose we have a single endogenous regressor. നമ്മളുടെ എക്സ് വേരിയബിൾ ഒരു സിംഗിൾ എക്സ് വേരിയബിൾ അല്ലെങ്കിൽ സിംഗിൾ റിഗ്രസർ എൻഡോജിനസ് റിഗ്രസർ ആണ് നമുക്കുള്ളത്. ദർ ആർ 2 ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊരു ഓവർ ഐഡൻറ്റിഫൈങ് മോഡലാണ്. 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഇൻസ്ട്രുമെൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ആൻഡ് നോ എക്സ്ക്ലൂഡഡ് എക്സോജീനിയസ് വേരിയബിൾ, സോറി, നോ ഇൻക്ലൂഡഡ് എക്സോജീനിയസ് വേരിയബിൾ. 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് നോ ഇൻക്ലൂഡഡ് എക്സോജീനിയസ് വേരിയബിൾ. വേറെ എക്സോജീനിയസ് വേരിയബിൾ ഒന്നുമില്ല. നമ്മുടെ നേരത്തെ ഇക്വേഷൻ അനുസരിച്ചുള്ള WI എന്ന് പറയുന്ന എക്സോജീനിയസ് വേരിയബിൾസ് ഒന്നുമില്ല. അപ്പോൾ ആകെ നമുക്കുള്ളത് ഒരു എൻഡോജീനിയസ് റിഗ്രസറും 2 ഇൻസ്ട്രുമെൻറ്റ്സുമാണ് നമുക്ക് ഉള്ളത്. Now we can compute 2 different two-stage least square estimators. അപ്പം ഇവിടെ 2 ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 2-stage least square മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 TSLS എസ്റ്റിമേറ്റേഴ്സ് കിട്ടും. ഒന്ന് ആദ്യത്തെ ഇൻസ്ട്രുമെൻറ്റ്, രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച്. അപ്പോൾ 2 ഇൻസ്ട്രുമെൻറ്റ്സും വെച്ച് നമുക്ക് 2 എസ്റ്റിമേറ്റേഴ്സ്, 2-stage least square എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വി നോ ദാറ്റ് ദീസ് 2 എസ്റ്റിമേറ്റേഴ്സ്, നമുക്കിവിടെ കിട്ടുന്ന 2 എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 എസ്റ്റിമേറ്റേഴ്സും സെയിം ആവണം എന്നില്ല, ബിക്കോസ് ഓഫ് ദി സാമ്പിളിംഗ് വേരിയേഷൻസ്. നമുക്കറിയാം സാമ്പിളിംഗ് വേരിയേഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന 2 എസ്റ്റിമേറ്റേഴ്സും സെയിം ആവണം എന്നില്ല. ബട്ട് ഇഫ് ബോത്ത് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ എക്സോജീനിയസ്, അപ്പോൾ നമുക്കിവിടെ എക്സോജീനിറ്റി ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയത്തില്ല ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എക്സോജീനിയസ് ആണോ എന്ന്. ആൻഡ് ഇഫ് ബോത്ത് ഓഫ് ദീസ് 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആർ എക്സോജീനിയസ്, ദെൻ ദീസ് വിൽ ബി വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സും എക്സോജീനിയസ് ആണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെയും അല്ലെങ്കിൽ ഈ 2 എസ്റ്റിമേറ്റേഴ്സും, 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ 2 എസ്റ്റിമേറ്റേഴ്സും ദേ ടെൻഡ് ടു ബി വെരി ക്ലോസ് ടു ഈച്ച് അതർ. ബട്ട് വാട്ട് ഇഫ് ദീസ് 2 ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊഡ്യൂസ് വെരി ഡിഫറെൻറ്റ് എസ്റ്റിമേറ്റ്സ്? അപ്പോൾ 2 എസ്റ്റിമേറ്റേഴ്സും ക്ലോസ് ആണെങ്കിൽ നമുക്ക് ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സും എക്സോജീനിയസ് ആണെന്ന് ഏകദേശം മനസ്സിലാക്കാം. എന്നാൽ ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സും അല്ലെങ്കിൽ 2 എസ്റ്റിമേറ്റ്സും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റേഴ്സ് ആണ്, 2 എസ്റ്റിമേറ്റേഴ്സും വളരെ ഡിഫറെൻ്റ് ആണെങ്കിൽ we have to understand or we have to conclude that there is something wrong with either of the 2 instruments. അതായത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് എങ്കിലും എക്സോജീനിയസ് അല്ല, ഒന്നെങ്കിൽ ഒന്നാമത്തെ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റ്. ആൻഡ് ഇഫ് ഈവൻ പോസിബിലിറ്റി ഇസ് ദെയർ ഫോർ ദ 2 instruments not to be exogenous. അപ്പോൾ 2 ഇൻസ്ട്രുമെൻറ്റ്സും എക്സോജീനിയസ് അല്ലാതാവാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. So it is reasonable to conclude that one or the other or both of the instruments is not exogenous. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് എങ്കിലും എക്സോജീനിയസ് അല്ല. അപ്പോൾ നമ്മുടെ 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എക്സോജീനിറ്റി എന്ന് പറയുന്ന അസംഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വയലേറ്റഡ് ആണ് ഐദർ ഇൻ എനി ഓഫ് ദി 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ഇൻ ബോത്ത് ദി ഇൻസ്ട്രുമെൻറ്റ്സ്. 2 പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് നമ്മളുടെ ടെസ്റ്റ് ഓഫ് ഓവർ ഐഡൻറ്റിഫൈങ് റെസ്ട്രിക്ഷൻസ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ നമ്മുടെ മോഡൽ ഓവർ ഐഡൻറ്റിഫൈഡ് മോഡലാണെങ്കിൽ, ഓവർ ഐഡൻറ്റിഫൈങ് ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് എക്സോജനിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ആണ് ഈ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. So this test is carried out without actually computing all of the different possible IV estimates. നമ്മൾ ഓരോ IV എസ്റ്റിമേറ്റ്സും പോസിബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എസ്റ്റിമേറ്റ്സും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. ആൻഡ് ദി ഐഡിയ യൂസ്ഡ് ഹിയർ ഈസ് ലൈക്ക് എക്സോജീനിറ്റി മീൻസ്, നമുക്കറിയാം എക്സോജീനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദേ ആർ അൺകോറിലേറ്റഡ് വിത്ത് UI. നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് വേരിയബിളും UI-യും അൺകോറിലേറ്റഡ് ആണ്. അപ്പം Z1 I ഉണ്ട്, Z2 I ഉണ്ട്. ഈ 2 വേരിയബിൾസും UI-യുമായിട്ട് അൺകോറിലേറ്റഡ് ആണ് ഇഫ് എക്സോജീനിറ്റി ഈസ് ദെയർ. അപ്പോൾ എക്സോജീനിറ്റി അസംഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 അസംഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ 2 ഇൻസ്ട്രുമെൻസും എക്സോജീനിറ്റി അസംഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾ ഐദർ Z1 I ആവാം അല്ലെങ്കിൽ Z2 I ആവാം, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾ എങ്കിലും
എക്സോജിനിറ്റി കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എക്സോജിനിറ്റി അസംഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞ ഏതോ ഒരു ഇൻസ്ട്രുമെൻ്റ് വേരിയബിളും എറർ ടേമും തമ്മിൽ കോറിലേറ്റഡ് ആണ്. അതാണ് എക്സോജിനിറ്റി കണ്ടീഷൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ എക്സോജിനിറ്റി എന്നതുകൊണ്ട് നമ്മൾ So this suggests that the instruments should be approximately uncorrelated with UI hat. നമ്മൾ TSLS എസ്റ്റിമേഷൻ നടത്തുമ്പം, ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ നടത്തുമ്പം നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് എറർ ടേമുമായിട്ട് അൺകോറിലേറ്റഡ് ആയിരിക്കണം എന്നാണ് ഈ ഒരു എക്സോജിനിറ്റി കണ്ടീഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അൺകോറിലേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളെങ്കിലും കോറിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ എക്സോജിനിറ്റി അസംഷൻ അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ജനറൽ മോഡലിലാണെങ്കിൽ yi ഈക്വൽ ടു ബീറ്റ 0 hat പ്ലസ് നമ്മൾ എസ്റ്റിമേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബീറ്റ 0 hat പ്ലസ് ബീറ്റ 1 hat x1i പ്ലസ് ബീറ്റ hat k പ്ലസ് r WRI പ്ലസ് UI hat. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ജനറൽ മോഡൽ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ UI ഹാറ്റിന് ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ yi മൈനസ് ബീറ്റ 0 hat പ്ലസ് ബീറ്റ 1 hat x1i പ്ലസ് ബീറ്റ k പ്ലസ് r WRI. So this will be the residual form of estimated regression. And accordingly, if the instruments are exogenous, okay, അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന രണ്ട് ഇൻസ്ട്രുമെൻസും എക്സോജീനിയസ് ആണെങ്കിൽ then the coefficients on the instruments in a regression of UI hat on the instruments and the include exogenous variable should be equal to 0. അപ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എക്സോജീനിയസ് ആണെങ്കിൽ ആ ഇൻസ്ട്രുമെൻസിൻ്റെ കോയിഫിഷ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പൈ 0 hat പൈ 1 hat ഒക്കെയാണ് നമ്മൾ ഇസഡ് വേരിയബിൾ ആഡ് ചെയ്യുമ്പം അതിൻ്റെ കോയിഫിഷ്യൻസ് ആയിട്ട് വരുന്നത്. ഈ കോയിഫിഷ്യൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കോയിഫിഷ്യൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഹൈപ്പോത്തസിസ് ക്യാൻ ബി ടെസ്റ്റഡ്. അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസ് ഇതാണ്, നമ്മളുടെ കോയിഫിഷ്യൻസ് ഓൺ ദി instruments in a regression of UI hat on the instruments. So UI hat, we are regressing UI hat on Z1i, Z2i, പിന്നെ നമുക്ക് ഇവിടെ എൻഡോജിനസ് വേരിയബിൾ ഒന്നും ഇല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ UI ഹാറ്റിനെ ഈ ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾസ് വെച്ച് റിഗ്രസ് ചെയ്യുന്നു. അവിടെ ഈ ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസ് ആയിട്ട് നമ്മൾ പൈ 0 പൈ 1 ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ കോയിഫിഷ്യൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് will be equal to 0. And we are testing this hypothesis. Okay, so this method for computing the over identifying restriction test is termed as homoscedasticity only F statistic. Homoscedasticity only F statistic, and it is commonly called J statistic. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഓവർ ഐഡൻറ്റിഫൈങ് റെസ്ട്രിക്ഷൻ ടെസ്റ്റ് നടത്തുന്നതിനെ നമ്മൾ പറയും ഹോമോസ്കെഡാസ്റ്റിസിറ്റി ഒൺലി എഫ് ടെസ്റ്റ് ഓർ ജെ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെയാണെങ്കിൽ UI ഹാറ്റിനെ നമ്മൾ റിഗ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? UI ഹാറ്റ് ഈക്വൽ ടു നമ്മുടെ കോയിഫിഷ്യൻസിനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കാം. ഡെൽറ്റ 0 പ്ലസ് ഡെൽറ്റ 1 Z1i പ്ലസ് എത്ര ഉണ്ടെങ്കിൽ ജനറലായിട്ട് നമുക്ക് എഴുതാം ഡെൽറ്റ എം ZMi. നമ്മുടെ ഇപ്പം തൊട്ട് മുന്നേ എടുത്ത എക്സാമ്പിൾ ആണെങ്കിൽ Z1iയും Z2iയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എത്ര ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പ്ലസ് ഡെൽറ്റ എം പ്ലസ് ആർ WRI പ്ലസ് EI. ഇതായിരിക്കും നമ്മളുടെ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിഗ്രസ് ചെയ്യുന്നു. ഇവിടുത്തെ റിഗ്രഷൻ്റെ എറർ ടേമാണ് EI എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഡിനോട്ട് ഹോമോസ്കെഡാസ്റ്റിസിറ്റി ഓൺലി എഫ് സ്റ്റാറ്റിസ്റ്റിക്. എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന് നമ്മൾ എഫ് എന്നുള്ള ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഹൈപ്പോത്തസിസ് വി ആർ ടെസ്റ്റിംഗ് ഈസ് ദാറ്റ് ഡെൽറ്റ 1 ഈക്വൽ ടു ഡെൽറ്റ 2 ഈക്വൽ ടു ഡെൽറ്റ എം ഈക്വൽ ടു 0. അതായത് ഈ കോയിഫിഷ്യൻസിൻ്റെ എല്ലാം
വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യുന്നത്. സോ ദ ഓവർ ഐഡൻറ്റിഫൈങ് റെസ്ട്രിക്ഷൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വി ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് ജെ ഈസ് ഈക്വൽ ടു എം എഫ്. ഇതാണ് നമ്മളുടെ ജെ സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ജെ സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി ഈക്വൽ ടു എം നമ്പർ ഓഫ് എൻഡോജീനിയസ് വേരിയബിൾ ഇൻറ്റു ദിസ് എഫ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ. So under the null hypothesis that all the instruments are exogenous, ഇങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻസ്ട്രുമെൻസും എക്സോജീനിയസ് ആയിരിക്കും. So this is the J statistic or the over identifying restriction test in order to check the instrument validity or the assumption that the instruments are exogenous. So in order to check this exogeneity assumption, it is possible only in over identifying model. Exactly identifying model ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓവർ ഐഡൻറ്റിഫൈങ് മോഡലിലായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു റെസ്ട്രിക്ഷൻ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും.